ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. രംഗത്ത്. സ്റ്റേഷന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്ന ബി.ജെ.പി. എം.പി. പ്രവീൺ ഗണ്ടേവാൾ ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന് കത്തയച്ചിട്ടുണ്ട്. അബ്ദുൾ റഷീദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, നമുക്കറിയാം ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭാഗത്തും കാവ്യവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പോഴിതാ നമുക്കറിയാം ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം, അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ഇങ്ങനെ ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ പേരുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. ഒരു പക്ഷേ ഇനി അടുത്ത തവണ ബി.ജെ.പി. അധികാരത്തിൽ വരുമോ വരില്ലയോ അതിലൊക്കെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ ബി.ജെ.പി. നേതാക്കളെ നിറച്ചു വെക്കുക രാജ്യത്ത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ബി.ജെ.പിയുടെ. ആ തരത്തിൽ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഭദ്ര, തീർച്ചയായും ബി.ജെ.പി. അവരുടെ ഒരു ഏകീകരണത്തിനുള്ള മറ്റൊരു ചുവടുകൂടുകയാണ് ഇപ്പോൾ ദില്ലിയിൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും നിലവിലെ ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദില്ലിയിലെ ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിലെ എം.പി. ആയിട്ടുള്ള പ്രവീൺ ഖണ്ഡേവാൾ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ, അതോടൊപ്പം ബംഗളൂരുവിലെ ക്രാന്തിവീർ സംഗോളി റായന സ്റ്റേഷൻ എന്നിവയുടെ മാതൃകയിൽ ന്യൂദില്ലി സ്റ്റേഷന് വാജ്പേയിയുടെ പേര് നൽകണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ പേര് മഹാരാജ അഗ്രസൻ സ്റ്റേഷൻ എന്നാക്കണമെന്ന് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അടുത്തിടെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി മേഖലകളിലടക്കം ബി.ജെ.പിയുടെ ഒരു കാവ്യവൽക്കരണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ദില്ലിയിലെ വിവിധ റോഡുകളും അതോടൊപ്പം ചില ചേരി പ്രദേശങ്ങളിലൊക്കെ തന്നെയും ബി.ജെ.പി. നാമകരണവും അതോടൊപ്പം ഇത്തരത്തിൽ സംഘപരിവാറിന്റെ ഒരു അജണ്ട നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിനം പ്രതി ലക്ഷക്കണക്കിന് യാത്രക്കാർ എത്തുന്ന ഈ ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിക്കൊണ്ട് ബി.ജെ.പി. നേതാവും അതോടൊപ്പം മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്നൊരു ആവശ്യവുമായി ബി.ജെ.പി. എം.പി. രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇതിൽ കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. ഭദ്ര. ശരി അബ്ദുൾ റഷീദ്. ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഇനി അടുത്തതായി മാറ്റാനുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ബി.ജെ.പി. സ്റ്റേഷന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നൽകണമെന്നാണ് ബി.ജെ.പി. എം.പി. പ്രവീൺ ഗണ്ടേവാൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്.